മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂരൽമലയിലേക്ക് എത്തുകയാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മടങ്ങിയിരുന്നു. അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വരികയാണ്. സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ ഈ ബെയിലി പാലം ഒക്കെയുള്ള നിർമ്മാണം നടക്കുന്ന ആ മേഖലയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പാലം കടന്ന് അങ്ങോട്ടേക്കൊക്കെ പോകുമോ എന്ന കാര്യം അറിയില്ല. ഈ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ. ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, മുഖ്യമന്ത്രിയുടെ പദ്ധതി എന്താണെന്ന് അറിയുമോ? പാലം കടന്ന് അങ്ങോട്ടേക്ക് പോകാൻ ആലോചനയുണ്ടോ ഷഫീദ്? വിജയൻ വലിയ അപകടം നടന്ന ചൂരൽമലയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. കനത്ത മഴയുണ്ട്. പക്ഷെ കനത്ത മഴയിലും അദ്ദേഹത്തിന് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തണം എന്നുള്ളത് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എത്തുന്നത്. തുടർ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ സർവകക്ഷി യോഗത്തിലും ഉദ്യോഗസ്ഥ യോഗത്തിലും ചർച്ചയായെങ്കിലും ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നേരത്തെ തരത്തിലുള്ള നീക്കങ്ങൾ. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകളും ഇപ്പോൾ മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. അങ്ങനെ ആ മന്ത്രിമാരുടെ സംഘം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ ഒരു സംഘം ഇപ്പോൾ ചൂരൽമലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ നടന്നത് എന്ത് എന്നുള്ള കാര്യം സ്വാഭാവികമായും വിലയിരുത്തും. മന്ത്രി മുഹമ്മദ് റിയാസ്, മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മറ്റു മന്ത്രിമാരും ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. ഏതായാലും മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി പോയതിന് പിന്നാലെ മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിലാണ് ഈ ചൂരൽമലയിലെത്തിയത്. അദ്ദേഹം ഇപ്പോൾ ബെയിലി പാലം, ആ ബെയിലി പാലത്തിന്റെ പുരോഗതി, നിർമ്മാണ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ഈ ബെയിലി പാലം തുറന്നു നൽകാനാകും എന്ന് സർക്കാരിനെ മിലിറ്ററി അറിയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അക്കാര്യങ്ങൾ കൂടി ഇത് വിലയിരുത്തുകയാണ്. ഏതായാലും വലിയ ദുരന്തം നടന്ന വയനാടിനെ സങ്കടക്കണ്ണീരാക്കിയ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോകുന്നത്. ആ ദുരന്തമുഖത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു. ആർമി ഉദ്യോഗസ്ഥരുണ്ട്, സംസ്ഥാന പോലീസിന് തലപ്പത്തിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, മന്ത്രിമാരുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ്, കെ രാജൻ അടക്കമുള്ള ആളുകളുണ്ട്. അവരോടക്കം മുഖ്യമന്ത്രി വിവരങ്ങൾ തേടുന്നു. ഈ ആർമി ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി ഒരുപക്ഷെ താഴേക്ക് പോകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ആ താഴേക്ക് പോയ അപകടം നടന്ന സ്ഥലത്തിന്റെ മറ്റു കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി വിലയിരുത്തും. ഇപ്പോൾ ബെയിലി പാലത്തിന്റെ ആ ഭാഗത്തേക്ക് മുഖ്യമന്ത്രി നടന്നു നീങ്ങി അവിടെയുള്ള കാര്യങ്ങൾ, അവിടെ നിന്ന് അക്കരക്കരയിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് കാണുന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി കയറുന്നു. ആ ദൃശ്യങ്ങൾ കാണുന്നു. ആർമി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു. മറ്റു കാര്യങ്ങൾ വിലയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ ഒരു ദുരന്തമുഖമാണ്. ആ ദുരന്തമുഖത്തൊരു സംസ്ഥാനം, ഇത്രയും വലിയൊരു ദുരന്തമുഖം ഒരൊറ്റ രാത്രി ഉണ്ടാകുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ എടുക്കേണ്ടത് എന്തൊക്കെയോ അതൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ മുണ്ടക്കയിൽ നിന്ന് വരുന്ന ഓരോ വാഹനങ്ങളിലും മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ആ ബെയിലി പാലത്തിന്റെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം അതിന്റെ ശക്തി അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയം മുൻപാണ് പരിശോധിച്ചത്. ഇനി അതിനകത്ത് ഒരു ഇരുമ്പ് ഷീറ്റ് മാത്രം വിരിച്ചാൽ അത് ഗതാഗത യോഗ്യമാക്കാം. നേരത്തെ അവിടെ ഒരു പാലമുണ്ടായിരുന്നു. ആ പാലമാണ് കുത്തിയൊലിച്ചൊഴുകി വന്ന ഉരുളിൽ തകർന്നു പോയത്. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ നേരം മുതൽ ഇന്ന് ഉച്ചവരെയുള്ള സമയം കൊണ്ട് ആർമി പൂർത്തിയാക്കിയ പാലം, ആ പാലം ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂരൽമലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം അവിടുത്തെ സേനാംഗങ്ങളോട് ബെയിലി പാലത്തിന്റെ നിർമ്മാതാക്കളൊക്കെ കാര്യങ്ങൾ തരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയുമാണ്. രാഹുൽ ഗാന്ധി പാലത്തിൽ കയറുമോ എന്ന കാര്യം അറിയില്ല. അവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവിടെ പിണറായി വിജയൻ ഇവിടെ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഈ പാലത്തിലൂടെ അല്പദൂരം നടക്കുമോ എന്നറിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റുന്ന തരത്തിൽ ഇവിടെ ഈ ഉദ്യോഗസ്ഥരും സേനാ വിഭാഗങ്ങളൊക്കെ ഒരു വഴി ഒരുക്കുന്നുണ്ട്. എന്തായിരിക്കും മുഖ്യമന്ത്രി ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, രക്ഷാദൌത്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇനിയുള്ള നടപടികൾ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഈ മേഖലയിൽ ഉറപ്പുവരുത്തേണ്ടതിന്റെ പശ്ചാത്തലമൊക്കെ മുഖ്യമന്ത്രി വിശദീകരിച്ചു. സർവകക്ഷി യോഗത്തിലും പങ്കെടുത്തു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്കൊക്കെ നേരത്തെ ഈ മുൻ ദിവസങ്ങളിലൊക്കെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് പേരിലൊക്കെ പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന ആളുകളൊക്കെ അതൊക്കെ മറന്നിപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങളുടെയും ഒക്കെ ഭാഗമായി ഒരുമിച്ച് ചേരുന്നത്. അപ്പോൾ രാഷ്ട്രീയം, ജാതി, മതം അതൊക്കെ മറന്ന് ഒരുമയോടെ ഒരു ലക്ഷ്യത്തിലേക്ക് ആളുകൾ ഒരുമിച്ച് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ വയനാട്ടിലാകെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനൊക്കെ അത്തരം ദൗത്യങ്ങൾ, അത്തരം നടപടികൾ, അത്തരം നീക്കങ്ങൾ തുടരുക എന്നതാണ് ഈ ഘട്ടത്തിൽ കരണീയമെന്നത് നമ്മുടെ രാഷ്ട്രീയ ഭരണ നേതൃത്വമൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെയൊക്കെ സൂചന കൂടി നമ്മൾ ഈ ദിവസങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേർന്നു. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഈ ദൗത്യവുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് അതിനുശേഷം പറഞ്ഞത്. അപ്പോൾ
മാധ്യമങ്ങളെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ മേഖലയുടെ പുനരധിവാസം, ഇവരുടെ പുനർജീവനം, ഇതിന്റെ തിരിച്ചുവരവ്, അതൊക്കെ അടുത്ത ഘട്ടത്തിൽ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഇവരുടെ ഈ ആളുകളുടെ സുരക്ഷിത താവള കേന്ദ്രങ്ങളിലേക്ക് അവരെ മാറ്റുക, ക്യാമ്പുകളിലുള്ളവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക, പരിക്കേറ്റവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കുക, ഈ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന, മൺസൂൺ കാലത്ത് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയായി വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളും മാറുന്നു എന്നത് വലിയ ആശങ്ക, വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും ഈ മേഖലയിൽ എന്നതുകൂടി വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായ ആലോചനകളും ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ പ്രാഥമികവും ഏറ്റവും നിർണായകവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായത് ഈ ആളുകളുടെ സുരക്ഷയാണ്. അവരെ രക്ഷപ്പെടുത്തുക എന്നതാണ്, ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കുക എന്നതാണ്. ജീവന്റെ ഒരു തരിമ്പെങ്കിലും അവശേഷിക്കുന്നുണ്ട്, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ്. മണ്ണിനടിയിലുമൊക്കെ നമുക്ക് ആ നിലയിലുള്ള പരിശോധന നടത്തുകയാണ്, തുടർച്ചയായി അത്തരം പരിശോധനകളൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്ഥലത്തേക്ക് വരുന്നത്. അദ്ദേഹം ഒരുപക്ഷെ പ്രതികൂല കാലാവസ്ഥയാണ്, നന്നായി മഴ പെയ്യുന്നുണ്ട്, കാര്യമായ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ഈ മഴയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം അധിക സമയം ഇവിടെ ചെലവഴിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കനത്ത മഴ തുടരുന്നുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ മടങ്ങിപ്പോയേക്കുമെന്നാണ് കരുതുന്നത്. മഴയുണ്ട്, കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല. അപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ, ഈ ആർമിയുടെ പാലം നിർമ്മാണം അടക്കം പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ ഇറങ്ങില്ല, അദ്ദേഹം മടങ്ങുകയാണ്, ഇവിടെ നിന്ന് മടങ്ങുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹത്തിന്റെ വാഹനം കുറച്ച് മുന്നോട്ട് നീങ്ങുന്നതിൻ്റെയാണ്. ക്യാമ്പുകളിലേക്കോ ആശുപത്രിയിലോ ഒക്കെ പോയി അദ്ദേഹം അവിടെ ഉള്ളവരുമായി ഒരുപക്ഷെ സംസാരിച്ചേക്കും. ഇവിടുത്തെ കാര്യങ്ങൾ ഇതിനോടകം അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ദൗത്യത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം അവിടെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിലും മന്ത്രിതല യോഗത്തിൽ നിന്നുമുള്ള വിവരങ്ങൾ അദ്ദേഹം പിന്നീട് പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു, നമ്മളത് കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ഇവിടേക്ക് ഇറങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വെച്ചാൽ ഈ പാലത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല, അദ്ദേഹം മടങ്ങുകയാണ് എന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം ഇവിടെ നിന്ന്, അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങി എന്നാണ് എനിക്ക് ഈ കരയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ. പോലീസ് വലിയ സുരക്ഷ അവിടെ ഒരുക്കിയിരുന്നു, ആളുകൾ അവിടേക്ക് കൂടുതലായി വരുന്നത് ഒഴിവാക്കാൻ. വലിയ മഴയാണല്ലോ വിജയകുമാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടുന്ന് മടങ്ങുക തന്നെയാണ്. അവിടുന്ന് ആ പാലത്തിന്റെ ഭാഗത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയില്ല. പോകാതെ തന്നെ അവിടുന്ന് ഇറങ്ങി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. ഈ ബെയിലി പാലം നിർമ്മിക്കുന്ന ആൾക്കാരോടൊക്കെ, സൈനിക ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം മടങ്ങുകയാണ്. ഈ ക്യാമ്പുകളിലേക്കോ ആശുപത്രികളിലേക്കോ പോകുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒക്കെ ഇന്ന് വയനാടുള്ള ദിവസമാണ്. കമന്റ് ബോക്സിൽ VIP-കൾ വരുന്നതിൽ ചില പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നാടിലെ നേതാക്കളാണ് അവർ. ഇത്ര വലിയ ദുരന്തം ഉണ്ടാകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരേണ്ടവർ തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ രക്ഷാദൗത്യത്തെ ബാധിക്കുന്നില്ല. അതിന് കാരണം ഇവർ വരുന്ന മേഖലയിൽ ഇപ്പോൾ രക്ഷാദൗത്യം അങ്ങനെ നടക്കുന്നില്ല. ഈ പാലം കയറി ഇറങ്ങി അപ്പുറത്ത് മുണ്ടക്കയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ സെൻട്രൽ പോയിന്റ്. അതുകൊണ്ട് അവർ വരുന്നു, അല്ലെങ്കിൽ അവരുടെ സന്നാഹങ്ങൾ വരുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിൽ അവിടെ ബാധിക്കുമെന്ന് തൽക്കാലം കരുതേണ്ടതില്ല. നാടിൻ്റെ നേതാക്കൾ വരേണ്ടതാണ്. ഇത്ര വലിയ ദുരന്തം ഉണ്ടാകുമ്പോഴേക്കും അത് ആ മേഖലയ്ക്ക് കൊടുക്കുന്ന ആത്മീയ അല്ലെങ്കിൽ മാനസികോർജ്ജം വളരെ വലുതായിരിക്കും. എന്തായാലും മുഖ്യമന്ത്രി അവിടെ നിന്ന് മടങ്ങുകയാണിപ്പോൾ. രാഹുൽ ഗാന്ധിയാണ് അല്പസമയം മുൻപ് വന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയും കൂടി വന്നിരുന്നു. അപ്പോൾ ഇന്ന് ഒരു VIP വിസിറ്റിൻ്റെ ദിവസം കൂടിയാണ് വയനാടിന്. ആ വിസിറ്റിനൊക്കെ ഇടയിലും രക്ഷാദൗത്യം വളരെ കാര്യക്ഷമമായി തന്നെ മുണ്ടക്കൈ മേഖലയ്ക്ക് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പെരുമഴ അവിടെ തുടങ്ങി, വലിയ മഴയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി വന്നതിന് പിന്നാലെ തന്നെ വലിയ മഴ അവിടെ പെയ്തു. ആ മഴ ഏതെങ്കിലും തരത്തിൽ രക്ഷാദൗത്യം ഇന്നലെ ബാധിച്ചതുപോലെ ബാധിക്കുമോ എന്നതാണ് നമ്മുടെ ആശങ്ക. ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും വലിയ മഴ, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ മുണ്ടക്കൈ മേഖലയിൽ. പിന്നെ രക്ഷാദൗത്യം അങ്ങോട്ട് തുടരാൻ കഴിയാത്ത അവസ്ഥ നമ്മൾ കണ്ടു. അതിനുശേഷം താൽക്കാലിക പാലം വഴി മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തകർ തിരികെ വരിവരിയായി മടങ്ങുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. പക്ഷേ ഇന്നലത്തെ പാലമല്ല ഇന്നത്തെ പാലം. ഇന്ന് കുറച്ചുകൂടി വലിയ പാലം, കുറച്ചുകൂടി കരുത്തുള്ള പാലം. കയറ് പിടിച്ച് ഓരോരുത്തരായി വരേണ്ട, കണ്ടാൽ ഒരു പക്ഷേ ദുർബലമെന്ന് തോന്നാവുന്ന, എന്നാൽ ദുർബലമൊന്നുമല്ല. ആ പാലം, പഴയ പാലത്തെക്കുറിച്ചാണ്. പഴയ പാലം രക്ഷാദൗത്യം നൽകിയ പങ്ക് ചെറുതല്ല. ഈ പാലം പക്ഷേ കുറച്ചുകൂടി കരുത്തുള്ള പാലമാണ്. കുറച്ചുകൂടി ആൾക്കാർക്ക് ഒരുപക്ഷെ ആൾക്കൂട്ടമായി കയറിയാൽ പോലും ഒന്നും സംഭവിക്കാത്ത, പെട്ടെന്ന് ഇങ്ങേക്കരയിലേക്ക് എത്താവുന്ന പാലമാണ്. പ്രേക്ഷകർ കാണുന്ന വീണ്ടും ആകാശ ദൃശ്യങ്ങളാണ്. ആകാശ ദൃശ്യങ്ങളിൽ പലത് പ്രേക്ഷകർ കണ്ടു. അത് സർവനാശത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഈ കണ്ടതൊക്കെയും. ആ മേഖലയിൽ പൊളിയാത്ത ഒരൊറ്റ വീട് പോലുമില്ല, ഏതെങ്കിലും കേടുപാട് പറ്റാത്ത ഒരൊറ്റ വീട് പോലുമില്ല എന്നതാണ് സങ്കടം. അല്ലെങ്കിൽ തിരികെ വരുമ്പോൾ കയറി കിടക്കാൻ കഴിയുന്ന ഒരു വീട് പോലും ആ മേഖലയിൽ, ഈ ഉരുളടിച്ചു പോയ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ചൂരൽമലയിലേതാണ്. മുണ്ടക്കയിലേക്ക് പോകുമ്പോൾ
അങ്ങേയറ്റം സങ്കടമാണ്. വീടിരുന്നെടുത്ത് വീടിൻ്റെ അടയാളം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ പോലും ഇല്ലാത്ത, അടിത്തറയിലെ കമ്പി മാത്രം നിൽക്കുന്ന പല മേഖലകളും നമ്മൾ മുണ്ടക്കയിൽ കണ്ടു. ഇനി പുഞ്ചിരിമട്ടത്തേക്ക് പോകുമ്പോൾ അതിലും ദയനീയമാണ് അവിടെ സാഹചര്യം. കാര്യം പുഞ്ചിരിമട്ടം ഉരുൾ നേരെ വന്ന് ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്ത ആദ്യ സ്ഥലങ്ങളിലൊന്നാണ് പുഞ്ചിരിമട്ടം. അവിടെയൊക്കെ വീടുകളുടെ അവസ്ഥ പരമദയനീയമാണ്. ഇനി അവിടെ ഒരു പുനർനിർമ്മാണമൊന്നും ഏതാണ്ട് അസാധ്യമെന്ന് തന്നെ പറയാം. സ്ഥലമില്ല, വീടുകളില്ല. അവിടെ പോയി ഇനി ജീവിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ഏതാണ്ട് അസാധ്യം, ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന സാഹചര്യം അവിടെയുണ്ട്. പുഞ്ചിരിമട്ടത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇവിടെ നേരത്തെ ഈ പാറയൊന്നും ഉള്ള സ്ഥലമല്ല. ഇത് നമ്മുടെ സ്ഥലം പോലെ ആളുകൾ താമസിച്ചിരുന്ന, വീടുകളൊക്കെയുള്ള, ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന, ചെറിയ ജംഗ്ഷനും കടകളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയൊരു ടൗണാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ, ഒരു ഗ്രാമമാണെങ്കിൽ കൂടിയും ഏറ്റവും സജീവമായി മനുഷ്യന്മാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണിപ്പോൾ പാറകൾ നിറഞ്ഞ് കല്ലും മണ്ണും നിറഞ്ഞ് അങ്ങനെ കിടക്കുന്നത്. രക്ഷാപ്രവർത്തകർ വളരെ സജീവമായി തന്നെ, ഇത് മുണ്ടക്കൈ ദൃശ്യങ്ങൾ തന്നെയാണ്, മുണ്ടക്കൈയിൽ ഏറ്റവും സജീവമായി തന്നെ അവിടെ രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ തുടരുകയാണ്.